നോട്ട് പിൻവലിക്കൽ നടപടിയിലെ ഭരണഘടനാ സാധുത പരിശോധിക്കുമെന്ന് സുപ്രീം കോടതി. ഹർജി ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ച് വെള്ളിയാഴ്ച പരിഗണിക്കും. അതേസമയം അസാധുവായ നോട്ടുകൾ റിസർവ് ബാങ്കിൽ നിന്ന് മാറ്റാമെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു. 1000-ന്റെയും 500 രൂപയുടെയും പഴയ നോട്ടുകൾ ഡിസംബർ 30 വരെ റിസർവ് ബാങ്ക് കൗണ്ടറുകളിൽ നിന്ന് മാറിയെടുക്കാമെന്നാണ് RBIയുടെ പുതിയ ഉത്തരവ്. കേരളത്തിൽ കൊച്ചിയിലും തിരുവനന്തപുരത്തുമാണ് റിസർവ് ബാങ്ക് കൗണ്ടറുകൾ ഉള്ളത്. ആവശ്യമായ രേഖകളുമായി എത്തി 2000 രൂപ വരെയാണ് മാറിയെടുക്കാവുന്നത്. ബാങ്ക് അക്കൗണ്ടുകൾ ഇല്ലാത്തവർക്ക് അക്കൗണ്ട് തുറക്കാൻ നടപടിക്രമങ്ങൾ വേഗത്തിലാക്കാനും ബാങ്കുകൾക്ക് നിർദ്ദേശമുണ്ട്. 500-1000 രൂപ നോട്ടുകൾ ബാങ്ക് അക്കൗണ്ടുകളിൽ നിക്ഷേപിക്കാം. അതേസമയം നോട്ട് പിൻവലിക്കൽ നടപടി ഭരണഘടനാ ലംഘനമാണോ എന്ന് പരിശോധിക്കുമെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. കൃത്യമായ ആസൂത്രണമില്ലാതെയാണ് സർക്കാർ തീരുമാനം നടപ്പാക്കിയതെന്നും ഇതിന്റെ ആധികാരികത തെളിയിക്കുന്ന രേഖകൾ ഹാജരാക്കുമെന്നും ഹർജിക്കാർക്ക് വേണ്ടി ഹാജരായ കപിൽ സിബൽ ചീഫ് ജസ്റ്റിസ് TS ഠാക്കൂറിന്റെ ബെഞ്ച് മുമ്പാകെ ചൂണ്ടിക്കാട്ടി. എന്നാൽ ജനങ്ങളുടെ ദുരിതം കുറയ്ക്കുന്നതിനായി നടപടികൾ സ്വീകരിച്ചുവെന്നാണ് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം നൽകിയിരിക്കുന്നത്. നോട്ട് പിൻവലിക്കലുമായി ബന്ധപ്പെട്ട മറ്റു ഹർജികൾക്കൊപ്പം ഈ ഹർജിയും ഡിസംബർ 2-ന് സുപ്രീം കോടതി പരിഗണിക്കും. ന്യൂസ് ബ്യൂറോ, ദില്ലി. നോട്ടുകൾ അസാധുവാക്കുന്നതിന് മുൻപ് ബീഹാറിൽ വൻ ഭൂമി ഇടപാട് നടന്നതായി രേഖകൾ. ബീഹാറിലെ BJP നേതാക്കളാണ് നവംബർ ആദ്യവാരത്തിൽ ഭൂമി ഇടപാടുകൾ നടത്തിയത്. ക്യാച്ച് ന്യൂസ് ആണ് രേഖകൾ സഹിതം വാർത്ത പുറത്തുവിട്ടത്. 8 ലക്ഷം മുതൽ 1.16 കോടി വരെ വിലയുള്ള 10ഓളം ഭൂമി ഇടപാടുകളാണ് നടന്നത്. BJP ദേശീയ അധ്യക്ഷൻ അമിത്ഷായ്ക്കും വേണ്ടിയും വീട് വാങ്ങിയതായി വെളിപ്പെടുത്തുന്നു. കേന്ദ്ര സർക്കാർ 1000 രൂപ 500 രൂപ നോട്ടുകൾ അസാധുവാക്കുന്നതിന് തൊട്ടുമുമ്പ് BJP ബംഗാൾ ഘടകം 3 കോടി രൂപയുടെ ബാങ്ക് നിക്ഷേപം നടത്തിയിരുന്നു. ഇതിനു പിന്നാലെ ഇപ്പോഴിതാ ബീഹാറിൽ നിന്ന് രാജ്യത്ത് നടക്കുന്ന വലിയൊരു വെളിപ്പെടുത്തൽ. നോട്ടുകൾ അസാധുവാക്കിയത് നവംബർ 8-നായിരുന്നു. എന്നാൽ ബീഹാറിലെ BJP നേതാക്കൾ നവംബർ ആദ്യവാരത്തിൽ 8 ലക്ഷം രൂപ മുതൽ 1.16 കോടി വരെ വിലയുള്ള 10ലേറെ ഭൂമി ഇടപാടുകൾ നടത്തിയെന്ന് കാച്ച് ന്യൂസ് വെളിപ്പെടുത്തുന്നു. ഭൂമി വാങ്ങിക്കൂട്ടുന്നതിനായുള്ള പണം നൽകിയത് BJP നേതൃത്വമാണെന്നും ഇവിടെ മാത്രമല്ല എല്ലായിടത്തും ഭൂമി വാങ്ങിയിട്ടുണ്ടെന്നും ബീഹാറിലെ BJP നിയമസഭാംഗമായ സഞ്ജയ് ചൗരസ്യ കാച്ച് ന്യൂസിനോട് പറഞ്ഞു. ചിലയിടങ്ങളിൽ ഭൂമി വാങ്ങിയത് BJP അധ്യക്ഷൻ അമിത്ഷായ്ക്ക് വേണ്ടിയാണെന്നും കാച്ച് ന്യൂസ് ചൂണ്ടിക്കാണിക്കുന്നു. 1000-500 രൂപ നോട്ടുകൾ അസാധുവാക്കിയ നടപടി മുൻകൂട്ടി ആരും അറിഞ്ഞിരുന്നില്ലെന്ന പ്രധാനമന്ത്രിയുടെ വാദമാണ് ഇതോടെ പൊളിയുന്നത്. മാത്രമല്ല BJP നേതാക്കൾ തന്നെ കള്ളപ്പണം വൻതോതിൽ വെളുപ്പിച്ചെന്ന ആരോപണങ്ങൾക്ക് സാധുത പകരുന്നതാണ് ഇപ്പോഴത്തെ വെളിപ്പെടുത്തൽ. ന്യൂസ് ഡെസ്ക്. നിലമ്പൂർ കരുളായി വനത്തിൽ പോലീസ് വെടിവയ്പിൽ മരിച്ച CPI മാവോയിസ്റ്റ് കേന്ദ്ര കമ്മിറ്റി അംഗം കുപ്പു ദേവരാജിന്റെയും അജിതയുടെയും മൃതദേഹങ്ങൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. വെടിവയ്പ് നടന്ന മാവോയിസ്റ്റുകളുടെ ഒളിത്താവളത്തിൽ നിന്നും ഇവർ ഉപയോഗിച്ചിരുന്ന നിരവധി വസ്തുക്കളും പോലീസ് കണ്ടെടുത്തു. കൊല്ലപ്പെട്ട് 1.5 ദിവസം പിന്നിട്ടാണ് മൃതദേഹങ്ങൾ വനത്തിൽ നിന്ന് പുറത്തെത്തിച്ചത്. രാവിലെ 8 മണിയോടെ ആരംഭിച്ച ഇൻക്വസ്റ്റ് നടപടികൾ വൈകിട്ട് 3 മണിയോടെ അവസാനിച്ചു. രാത്രിയോടെ മൃതദേഹങ്ങൾ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. മാവോയിസ്റ്റ് സംഘം താമസിച്ചിരുന്ന ഒളിത്താവളത്തിൽ നിന്ന് ഇവരുപയോഗിച്ചിരുന്ന പുസ്തകങ്ങളും വസ്തുക്കളും പോലീസ് കണ്ടെടുത്തു. 5 ലക്ഷം രൂപയുടെ കറൻസിയും 150 സിം കാർഡുകളും ഒരു പ്രിന്ററും ഇതിലുൾപ്പെടും. 30 പേർക്ക് താമസിക്കാവുന്ന ക്യാമ്പിൽ സോളാർ പാനലുകൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ചാർജറുകളും വിളക്കും പോലീസിന് ലഭിച്ചു. കുപ്പുസ്വാമിയും അജിതയും കൊല്ലപ്പെടുമ്പോൾ മാവോയിസ്റ്റ് പോരാളികളുടെ യൂണിഫോമിലായിരുന്നു. മുതിർന്ന നേതാക്കൾ നഷ്ടമായതോടെ മാവോവാദി സംഘത്തിന്റെ ദക്ഷിണേന്ത്യയിലെ പ്രവർത്തനങ്ങൾക്ക് കനത്ത തിരിച്ചടിയാണ് നേരിടുന്നത്. മറ്റു സംസ്ഥാനങ്ങളിലെ പോലെ കേരളത്തിൽ മാവോവാദി വേട്ട വേണ്ടെന്ന് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ പറഞ്ഞു. മാവോയിസ്റ്റ് പ്രവർത്തനം നടത്തി എന്ന് ആരോപിച്ച് ആളുകൾ വെടിവെച്ചു വന്നു എന്ന് പത്രവാർത്ത വന്നു. മനുഷ്യനെ അഭിപ്രായം പറയുന്ന മനുഷ്യനെ വെടിവെച്ച് കൊല്ലാൻ ആർക്കാണ് അവകാശമുള്ളത്? കുപ്പുസ്വാമിയുടെ മൃതദേഹം ഏറ്റുവാങ്ങാൻ ബന്ധുക്കൾ കോഴിക്കോട്ടെത്തിയിട്ടുണ്ട്. അതേസമയം അജിതയുടെ മൃതദേഹം ആളില്ലെങ്കിൽ ഏറ്റുവാങ്ങുമെന്ന് സാമൂഹ്യ പ്രവർത്തകൻ ഗ്രോവാസു പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. മലയാള സിനിമാ താരജോഡികളായ ദിലീപും കാവ്യമാധവനും വിവാഹിതരായി. എറണാകുളത്തെ ഹോട്ടൽ വേദാന്തയിൽ രാവിലെ 9:50-നുള്ള മുഹൂർത്തത്തിലായിരുന്നു താലികെട്ട്. സിനിമാ മേഖലയിൽ നിന്നുള്ള നിരവധി പ്രമുഖർ ചടങ്ങിൽ സംബന്ധിച്ചു. കഴിഞ്ഞ വർഷങ്ങളായി പ്രചരിക്കുന്ന ഗോസിപ്പുകൾക്ക് സിനിമാറ്റിക് പരിസമാപ്തി. സിനിമയെ വെല്ലുന്ന ക്ലൈമാക്സ്. ദിലീപ് കാവ്യമാധവൻ വിവാഹം കൊച്ചിയിലെ ഹോട്ടൽ വേദാന്തയിൽ 9-നും 10-നും ഇടയിൽ നടക്കുമെന്ന വാർത്ത പുറത്തറിയുന്നത് തന്നെ രാവിലെ 8:30-യോടെ. ഇരുവരുടെയും കുടുംബാംഗങ്ങൾ, അടുത്ത സുഹൃത്തുക്കൾ, സിനിമാ മേഖലയിൽ നിന്നുള്ള പ്രമുഖർ എന്നിവർക്ക് മാത്രമേ വിവാഹത്തിന് ക്ഷണമുണ്ടായിരുന്നുള്ളൂ. വിവാഹത്തിനുള്ള ക്ഷണം ലഭിച്ചത് തന്നെ ഇന്നലെ രാത്രിയോടെയായിരുന്നു എന്നാണ് ഇരുവരുടെയും സുഹൃത്തുക്കൾ പറഞ്ഞത്.
9:30 മകൾ മീനാക്ഷിക്കൊപ്പം ദിലീപും മാതാപിതാക്കൾക്കൊപ്പം കാവ്യയും വിവാഹം നടക്കുന്ന ഹാളിലേക്ക്. മമ്മൂട്ടി അടക്കമുള്ള പ്രമുഖരുടെ ആശീർവാദം വാങ്ങി താരജോഡികൾ മണ്ഡപത്തിലേക്ക്. 9:50 മുഹൂർത്തത്തിൽ വാദ്യമേളങ്ങളുടെ അകമ്പടി ഒന്നുമില്ലാതെ ദിലീപ് കാവ്യയുടെ കഴുത്തിൽ താലി ചാർത്തി. കല്യാണഹാരം പരസ്പരം അണിയിച്ച് ലളിതമായ വിവാഹ ചടങ്ങുകൾ അവസാനിച്ചു. മുൻകൂട്ടിയെടുത്ത തീരുമാനമായിരുന്നില്ലെന്ന് വിവാഹശേഷം താരജോഡികൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ഞാൻ കല്യാണം കഴിക്കുകയാണെങ്കിൽ എൻ്റെ പേരിൽ ബലിയാടായ ഒരാളെ തന്നെ കല്യാണം കഴിക്കാൻ ഞാൻ തീരുമാനിച്ചു. എൻ്റെ മകൾക്ക് പൂർണ്ണ സമ്മതത്തോടുകൂടി കാവ്യയുടെ വിഷയങ്ങൾ സംസാരിച്ചു. അങ്ങനെയാണ് ഞങ്ങൾ അവരുടെ വീട്ടുകാരുമായി സംസാരിച്ചു. ഇതെല്ലാം വിതിൻ ഡേയ്സ് എന്ന് പറയുന്ന പോലെ ഉണ്ടായതാണ്. എല്ലാം ഭംഗിയായിട്ട് കഴിഞ്ഞു. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, പ്രാർത്ഥിക്കുക, നല്ലൊരു ജീവിതം ഉണ്ടാവണം. ചടങ്ങിലുടനീളം ദിലീപ് മീനാക്ഷിയെ തൻ്റൊപ്പം ചേർത്ത് നിർത്തിയിരുന്നു. മകൾ മീനാക്ഷിയുടെ സമ്മതത്തോടെയാണ് വിവാഹമെന്ന ദിലീപിന്റെ വാദം മീനാക്ഷിയും ശരിവച്ചു. ഞാനാണ് അച്ഛനോട് പറഞ്ഞത്, സന്തോഷമാണ്. ക്ഷണിക്കപ്പെട്ടവർക്ക് ഹോട്ടലിൽ തന്നെ സദ്യ ഒരുക്കിയിരുന്നു. എന്നാൽ പ്രിയ താരങ്ങളുടെ വിവാഹ വാർത്തയറിഞ്ഞ് ഹോട്ടലിലേക്ക് എത്തിയ ആരാധകർക്ക് വിവാഹം കാണാൻ കഴിഞ്ഞില്ല. ഹോട്ടലിനുള്ളിലേക്ക് ഇവർക്ക് പ്രവേശനം അനുവദിച്ചിരുന്നില്ല. ഹോട്ടലിന് പുറത്ത് താരദമ്പതികളെ കാണാൻ അവർ കാത്തുനിന്നു. ഏറെ നാളത്തെ ഗോസിപ്പുകൾ അവസാനിപ്പിക്കാനായി എന്നതിലപ്പുറം സന്തുഷ്ടരാണ് ദിലീപും കാവ്യയും, ഒപ്പം മലയാള സിനിമാ ലോകവും. അലക്സ് റാം മുഹമ്മദ്, കൊച്ചി. മലയാള ചലച്ചിത്ര ലോകത്തെ പ്രമുഖർ ദിലീപിനും കാവ്യയ്ക്കും ആശംസകൾ നേരാനെത്തി. മമ്മൂട്ടി, ജയറാം, സിദ്ദിഖ്, ജനാർദ്ദനൻ, മീര ജാസ്മിൻ തുടങ്ങിയ താരങ്ങൾക്ക് പുറമെ കൈരളി TV MD ജോൺ ബ്രിട്ടാസ് അടക്കമുള്ള പ്രമുഖരും ചടങ്ങിൽ സംബന്ധിച്ചു. കൊച്ചിയിലെ സ്വകാര്യ ഹോട്ടലിൽ നടന്ന താരവിവാഹ ചടങ്ങിൽ ചലച്ചിത്ര ലോകത്തെ ഒട്ടുമിക്ക പ്രമുഖരും പങ്കെടുത്തു. നടൻ മമ്മൂട്ടി, കൈരളി TV MD ജോൺ ബ്രിട്ടാസ് തുടങ്ങിയവർ ദിലീപിനും കാവ്യയ്ക്കും ആശംസകൾ നേർന്നു. ജയറാം, സിദ്ദിഖ്, ജനാർദ്ദനൻ, മീര ജാസ്മിൻ, നരേൻ, കവിയൂർ പൊന്നമ്മ, KPC ലളിത, ജോമോൾ, ചിപ്പി, മേനക, സലീം കുമാർ തുടങ്ങിയ താരങ്ങൾക്ക് പുറമെ സംവിധായകരായ ജോഷി, സിദ്ദിഖ്, ലാൽ, കമൽ, നിർമ്മാതാക്കളായ സുരേഷ് കുമാർ, രഞ്ജിത്ത് എന്നിവരെല്ലാം താരദമ്പതികൾക്ക് ആശംസകൾ നേർന്നു. നോട്ട് പിൻവലിച്ച അപ്രതീക്ഷിത വാർത്ത കേട്ടതുപോലെ മറ്റൊരു അപ്രതീക്ഷിത വാർത്തയായിരുന്നു ദിലീപിന്റെയും കാവ്യയുടെയും വിവാഹമെന്ന് നടി ലക്ഷ്മിപ്രിയ പറഞ്ഞു. TV വെച്ച് നോക്കാം എന്ന് പറഞ്ഞ് നോക്കുമ്പോഴാണ് ഇത് കാണുമ്പോൾ ശരിക്കും നോട്ട് പിൻവലിച്ചപ്പോൾ ഒരു ഷോക്കില്ലേ, ആ ഷോക്കാണ് ശരിക്കും എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇന്നലെ രാത്രി അപ്രതീക്ഷിതമായാണ് വിവാഹത്തിന് ക്ഷണം ലഭിച്ചതെന്ന് കാവ്യയുടെ സുഹൃത്തു കൂടിയായ സുജാ കാർത്തിക പറഞ്ഞു. ഇന്നലെ രാത്രി, ഇന്ന് രാവിലെ പട്ടുസാരി എടുത്തിട്ട് വരാൻ പറഞ്ഞു വേദാന്തയിൽ. ഞങ്ങൾ വന്നു, കല്യാണം കണ്ടു. ചടങ്ങിനെത്തിയ ദിലീപിന്റെ സുഹൃത്തുക്കളായ സലീം കുമാറിനും ജോർജിനുമെല്ലാം ഇതേ അനുഭവമായിരുന്നു. ഞാൻ തന്നെ വെന്യൂ അറിയുന്നത് ഇന്നലെ രാത്രിയാണ്. അടുത്ത ആളുകൾ മാത്രമേ ഇവിടെ വന്നിട്ടുള്ളൂ. താരജോഡികൾ താരദമ്പതികളാവുന്ന നിമിഷത്തിന് സാക്ഷികളാവാനെത്തിയവരിൽ പലരും ഇരുവർക്കുമൊപ്പം സെൽഫി എടുത്താണ് മടങ്ങിയത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ISLൽ പൂനെ സിറ്റിക്കെതിരെ കേരള ബ്ലാസ്റ്റേഴ്സിന് ആധികാരിക ജയം. 1-നെതിരെ 2 ഗോളുകൾക്കാണ് കേരളം പൂനെയെ തോൽപ്പിച്ചത്. വിവരങ്ങളുമായി സമീർ വഴങ്ങോട് ചേരുകയാണ് കൊച്ചിയിൽ നിന്നും. സമീർ, ആധികാരികമായ ഒരു വിജയം എങ്ങനെ വിലയിരുത്താം? മറ്റു വിവരങ്ങൾ കൂടി. അഞ്ചു സ്വന്തം ഗ്രൗണ്ടാണ് എന്നതിൻ്റെ ഒരു ആധിപത്യം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് തുടക്കം മുതൽ തന്നെ ഇന്നത്തെ മത്സരത്തിൽ കാണാൻ കഴിഞ്ഞിരുന്നു. പൂനെക്കെതിരെ നല്ലൊരു വിജയം അവർക്ക് എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഡെക്കൻസിൻ്റെ വക 7-ാം മിനിറ്റിൽ നേടിയ ഗോളും അതോടൊപ്പം തന്നെ 56-ാം മിനിറ്റിൽ മാർക്കി താരം ആരൺ ഹ്യൂഗ്സിൻ്റെ വകയായിട്ടുള്ള 2ാമത്തെ ഗോളോടും കൂടെയാണ് ബ്ലാസ്റ്റേഴ്സ് നല്ല ഒരു പ്രകടനത്തിലേക്ക് കാഴ്ചവെച്ചത്. എന്നാൽ ഇഞ്ചുറി ടൈമിൽ ഒരു ഗോൾ മടക്കാൻ പൂനെക്ക് കഴിഞ്ഞു എന്നത് മാത്രമാണ് അവരുടെ ആശ്വാസം. എന്തായാലും 6 ഹോം മത്സരങ്ങൾ പിന്നിടുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് അതിൽ 4-ത്തിലും വിജയിച്ചിരിക്കുന്നു എന്നുള്ള സന്തോഷകരമായ കാര്യം തന്നെയാണുള്ളത്. മത്സരങ്ങൾ വലിയ രീതിയിലുള്ളൊരു ആവശ്യത്തിൽ തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരെല്ലാം ഉള്ളത്. ഈ ISLന്റെ ഒരു കമന്റേറ്റർ കൂടിയായിട്ടുള്ള ഷൈജുമോൻ ഇപ്പം നമുക്ക് എങ്ങനെയാണ് ഈ മത്സരത്തെ വീക്ഷിക്കുന്നത്? ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു എന്താ പറയുക, വളരെ ആശ്വാസ ജയമാണ്. കഴിഞ്ഞ കളി 5 ഗോളിന് തോറ്റ മാച്ച് നമ്മളിവിടെ 1-നെതിരെ 2 ഗോളിന് നമ്മൾ ജയിച്ചു. ഇതോടെ പോയിന്റ് പട്ടികയിൽ 3-ാം സ്ഥാനത്തെത്തി. ഇനിയും 2 മാച്ച് അവശേഷിക്കുന്നു. ഒരു വിജയവും ഒരു ഡ്രോയും കൂടെ നേടിയാൽ നമ്മൾ ഈസി ആയിട്ട് ക്വാളിഫൈ ചെയ്യും. തീർച്ചയായും ക്വാളിഫൈ ചെയ്യും സെമിഫൈനൽ. ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരെല്ലാം തന്നെ വലിയ ആവേശത്തിലാണ്. എങ്ങനെയാണ് ഈ മത്സരത്തെ? ഇന്ന് നല്ല വിജയമായിരുന്നു നേടിയത്. അവസാനം അവർ ഗോളടിച്ചത് കൊണ്ട് ഒരു ഗോൾ ശരാശരിയിൽ പിന്നോട്ട് പോകുന്ന സംശയം ഉണ്ടായിരുന്നു. അടുത്ത കളിയിൽ കൂടി കേരള 2ാം സ്ഥാനത്തേക്ക് വരുമെന്ന് ഉറപ്പാണ്. കേരള സെമിഫൈനലിൽ എത്തുമെന്ന് ഉറപ്പാണ്.
അഞ്ജു, വലിയ ആവശ്യത്തിൽ തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരുള്ളത്. സെമിയിലേക്കുള്ള സാധ്യത വർദ്ധിപ്പിച്ചുകൊണ്ട് തന്നെ നല്ലൊരു വിജയം അവർക്ക് നേടാൻ കഴിഞ്ഞിരിക്കുന്നു. ഇനി ശേഷിക്കുന്ന 2 മത്സരങ്ങളാണുള്ളത്. ഒന്ന് കൊൽക്കത്തക്കെതിരെ 29 നടക്കുന്ന എവേ മത്സരവും, ഒപ്പം ഡിസംബർ 4 നടക്കുന്ന നോർത്ത് ഈസ്റ്റിനെതിരായിട്ടുള്ള ഹോം മത്സരവും. ഈ 2 മത്സരങ്ങൾ കൂടിയാണ് ബ്ലാസ്റ്റേഴ്സിന് മുന്നിലുള്ളത്. അതിൽ കൂടി ഇത്തരത്തിലുള്ള ഒരു നല്ല പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞാൽ ബ്ലാസ്റ്റേഴ്സിന് സെമിയിൽ കളിക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. മറ്റു പ്രധാനപ്പെട്ട കാര്യം, കലു സ്റ്റേഡിയം ഫൈനൽ മത്സരത്തിനുള്ള വേദിയാകുന്നു എന്നുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട്. അത്തരം ഒരു കാര്യം കൂടി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് ഏറെ സന്തോഷകരം നൽകുന്ന ഒരു വാർത്ത തന്നെയാണ്. അഞ്ജു, ശരി, വ്യക്തമാണ്. സമീർ വഴങ്ങോടാണ് വിവരങ്ങൾ. തിരികെ വാർത്തകളിലേക്ക്. വടക്കാഞ്ചേരി പീഡന കേസിലെ ഇരയുടെ പേര് വെളിപ്പെടുത്തിയ അനിൽ അക്കരെ MLA-ക്കെതിരെ പോലീസ് കേസെടുത്തു. തൃശൂർ പറപ്പൂക്കര സ്വദേശി PC രവിയുടെ പരാതിയിലാണ് ഈസ്റ്റ് പോലീസ് കേസെടുത്തത്. പോലീസുകാരെ ആക്രമിച്ച് കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയ സംഭവത്തിൽ ജാമ്യമില്ലാ വകുപ്പിൽ തൃശൂർ വെസ്റ്റ് പോലീസും അനിൽ അക്കരെക്കെതിരെ കേസെടുത്തു. തൃശൂർ DCC ഓഫീസിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അനിലക്കര MLA പീഡനത്തിന് ഇരയായ വീട്ടമ്മയുടെ പേര് പരസ്യമാക്കിയ സംഭവത്തിൽ പറപ്പൂക്കര സ്വദേശി PC രവിയുടെ പരാതിയിലാണ് ഈസ്റ്റ് പോലീസ് കേസെടുത്തത്. മാധ്യമങ്ങൾക്ക് മുന്നിൽ പലതവണ ഇരയുടെ പേര് വെളിപ്പെടുത്തിയ അനിലക്കരയ്ക്കെതിരെ ഇന്ത്യൻ ശിക്ഷാ നിയമം 228A വകുപ്പ് പ്രകാരമാണ് കേസെടുത്തത്. പരാതിക്കൊപ്പം ലഭിച്ച പത്രവാർത്തകളും വീഡിയോ ദൃശ്യങ്ങളും തെളിവായി സ്വീകരിച്ചാണ് ഈസ്റ്റ് പോലീസ് നടപടിയെടുത്തത്. DGP, തൃശൂർ ACP എന്നിവർക്കൊപ്പം ദേശീയ, സംസ്ഥാന വനിതാ കമ്മീഷനുകൾക്കും പരാതി ലഭിച്ചിരുന്നു. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടത്തിയ കളക്ടറേറ്റ് മാർച്ചിനിടെ പോലീസിനെ ആക്രമിച്ച് കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയ സംഭവത്തിൽ തൃശൂർ വെസ്റ്റ് പോലീസും MLA-ക്കെതിരെ കേസെടുത്തു. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തത്. MLA-യുടെ നേതൃത്വത്തിൽ യൂത്ത് കോൺഗ്രസ് അഴിഞ്ഞാട്ടത്തിനിടെ 4 പോലീസുകാർക്കാണ് പരിക്കേറ്റത്. MLA ഉൾപ്പെടെവരെ പോലീസ് മർദ്ദിച്ചെന്നാരോപിച്ച കോൺഗ്രസ് തൃശൂർ ജില്ലയിൽ ഹർത്താലിന് ആഹ്വാനം നൽകിയിട്ടുണ്ട്. ഇതിനിടെയാണ് ഇരയുടെ പേര് വെളിപ്പെടുത്തിയ സംഭവത്തിൽ ഈസ്റ്റ് പോലീസും പോലീസുകാരെ ആക്രമിച്ചതിന് വെസ്റ്റ് പോലീസും MLA-ക്കെതിരെ കേസെടുത്തത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. തലശ്ശേരി ഫസൽ വധക്കേസിൽ പുനരന്വേഷണം നടത്തണമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. RSS പ്രവർത്തകന്റെ പുതിയ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് CBIയെ സമീപിക്കണം. അന്വേഷണത്തിന് പുതിയ CBI സംഘത്തെ നിയോഗിക്കണമെന്നും കോടിയേരി കണ്ണൂരിൽ പറഞ്ഞു. ജോഷില ചേരുകയാണ് വിവരങ്ങളുമായി. ജോഷില, പുതിയ വെളിപ്പെടുത്തലുകളുടെയൊക്കെ പശ്ചാത്തലത്തിൽ പുനരന്വേഷണം എന്ന കാര്യമാണോ കോടിയേരി ബാലകൃഷ്ണൻ മുന്നോട്ട് വെക്കുന്നത്? തീർച്ചയായും മഞ്ജു, ഫസൽ വധക്കേസിൽ CPIഎമ്മിനെ കൊടുക്കാനാണ് കേന്ദ്രം ഭരിച്ച UPA സർക്കാരും അതുപോലെ തന്നെ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രിയായിരുന്ന മുല്ലപ്പള്ളി രാമചന്ദ്രനും അന്ന് ശ്രമിച്ചത് എന്നാണ് കോടിയേരി ബാലകൃഷ്ണൻ ഇന്ന് കൂത്തുപറമ്പ് രക്തസാക്ഷി ദിനത്തിന്റെ ഭാഗമായി കൂത്തുപറമ്പിൽ സംഘടിപ്പിച്ച അനുസ്മരണ പൊതുയോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞത്. ഇതിന്റെ ഭാഗമായാണ് കാരായി രാജനെയും ചന്ദ്രശേഖരനെയും അറസ്റ്റ് ചെയ്തതെന്നും അദ്ദേഹം പറയുകയുണ്ടായി. ഫസൽ കൊല്ലപ്പെട്ടതിനു ശേഷം നടന്ന സമാധാന യോഗത്തിൽ നിന്നും NDF നേതാക്കൾ ഇറങ്ങിപ്പോയത് ഫസലിനെ കൊന്ന RSSകാരിയിരിക്കുന്ന യോഗത്തിൽ ഇരിക്കില്ലെന്ന് പ്രഖ്യാപിച്ചായിരുന്നു. യഥാർത്ഥ പ്രതികളെ കേസിൽ ഉൾപ്പെടുത്തി CBI പുതിയ അന്വേഷണ സംഘത്തെ കൊണ്ട് ഫസൽ കേസ് അന്വേഷിപ്പിക്കണമെന്നും കോടിയേരി ആവശ്യപ്പെടുകയുണ്ടായി. സത്യം പുറത്തുവരാതിരിക്കാനാണ് വിചാരണ ഇതുവരെ നീട്ടിയതെന്ന് വ്യക്തമായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ യഥാർത്ഥ പ്രതികളെ കൂടി ചേർത്ത് വിചാരണ ഉടൻ നടത്തണമെന്നും കോടിയേരി ആവശ്യപ്പെട്ടു. അതേസമയം മോദി സർക്കാരിനോടുള്ള കോൺഗ്രസിന്റെ മൃദു സമീപനമാണ് ഹർത്താലിൽ നിന്നുമുള്ള വിട്ടുനിൽക്കൽ തെളിയിക്കുന്നതെന്നും അദ്ദേഹം പറയുകയുണ്ടായി. BJPയും കോൺഗ്രസും ഭായി ബന്ധമാണ് കേരളത്തിൽ നടത്തുന്നത്. CPIഎമ്മിനെ ആക്രമിക്കുന്ന BJPയെ സംരക്ഷിക്കുന്ന നിലപാട് കോൺഗ്രസ് നേരത്തെ തന്നെ സ്വീകരിച്ചിരുന്നു. UDF-ലെ മറ്റ് ഘടകകക്ഷികൾ ഹർത്താലുമായി സഹകരിക്കണമെന്നും കോടിയേരി ബാലകൃഷ്ണൻ അഭ്യർത്ഥിച്ചു. ശരി, ഫസൽ വധക്കേസിൽ പുനരന്വേഷണം വേണമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. ജോഷിലെയാണ് വിവരങ്ങൾ നൽകിയത്. CITU 15ാമത് അഖിലേന്ത്യാ സമ്മേളനത്തിന് നാളെ ഒഡീഷയിലെ പുരിയിൽ തുടക്കമാകും. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി 2000 പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. നാളെ വൈകുന്നേരം നടക്കുന്ന തൊഴിലാളി റാലിയിൽ 1,00,000 പേർ അണിനിരക്കും. നാളെ രാവിലെ 10 മണിക്ക് പുരി കടൽ തീരത്ത് പ്രത്യേകം തയ്യാറാക്കിയ സമ്മേളന നഗരിയിൽ CITU 15ാമത് അഖിലേന്ത്യാ സമ്മേളനത്തിന് കൊടിയുയരും. അഖിലേന്ത്യാ പ്രസിഡന്റ് AK പത്മനാഭൻ ഉദ്ഘാടനം ചെയ്യും. ഉദ്ഘാടന സമ്മേളനത്തിൽ INTUC ദേശീയ അധ്യക്ഷൻ ഡോക്ടർ G സഞ്ജീവ റെഡ്ഡി, AITUC പ്രസിഡന്റ് ജോഗേന്ദ്രനാഥ് ത്രിപാഠി ഉൾപ്പെടെ 9 കേന്ദ്ര ട്രേഡ് യൂണിയൻ നേതാക്കൾ പങ്കെടുക്കും. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി 500 വനിതകൾ ഉൾപ്പെടെ 2000 പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. ഒരുക്കങ്ങൾ പൂർത്തിയായതായി CITU അഖിലേന്ത്യാ സെക്രട്ടറി K ഹേമലത പറഞ്ഞു. And then around 2000 delegates will come from all over the country. And the schedule is tomorrow at 26th, 10 o'clock we'll start the inaugural session. Comrade AK Padmanabhan, our president, will inaugurate. നാളെ ഉച്ചതിരിഞ്ഞ് 1,00,000-ലധികം പേർ പങ്കെടുക്കുന്ന റാലി പുരി റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്നും ആരംഭിക്കും. വൈകുന്നേരം 6 മണിക്ക് സഖാവ് സമർ മുഖർജി നഗറിൽ പ്രതിനിധി സമ്മേളനം തുടങ്ങും.
5 ദിവസം നീണ്ടു നിൽക്കുന്ന സമ്മേളനത്തിൽ കാർഷിക പ്രതിസന്ധി, ഒഡീഷയിലെ വ്യവസായ വികസനം തുടങ്ങി വിവിധ വിഷയങ്ങളിൽ സെമിനാറുകളും ഉണ്ടാകും. തൊഴിലാളികളുടെ മഹാസംഗമത്തിന് വേദിയാകാൻ ഒഡീഷയിലെ കടലോര പട്ടണമായ പുരി പൂർണ്ണമായും ഒരുങ്ങിക്കഴിഞ്ഞു. സമ്മേളന നഗരിയിൽ നിന്നും ക്യാമറമാൻ രാജീവ് കണ്ണാടിക്കൊപ്പം എം സന്തോഷ്. BJP കോൺഗ്രസ് വാഴ്ചയുടെ ഉൽപ്പന്നമാണ് ഓരോ രാജഗോപാൽ എന്ന മന്ത്രി MM മണി. ഇതിന്റെ നന്ദിയായി 16 സീറ്റിൽ BJP കോൺഗ്രസിനെ സഹായിച്ചുവെന്നും വെള്ളാപ്പള്ളി വഞ്ചകനാണെന്നും മണി പറഞ്ഞു. തിരുവനന്തപുരത്ത് ഡിവൈഎഫ്ഐ സംഘടിപ്പിച്ച കൂത്തുപറമ്പ് അനുസ്മരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MM മണി. വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന വഞ്ചകൻ നേതൃത്വം കൊടുക്കുന്ന അഥവാ ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച മഹത്തായ പ്രസ്ഥാനത്തെ സംഘപരിവാർ ശക്തികളുടെ RSS മോഡികളുടെ ചവിട്ടടി കൊണ്ട് കെട്ടിവെച്ചിട്ടാണ് ഇവിടെ തെരഞ്ഞെടുപ്പിനെ നേരിട്ടതെന്ന കാര്യവും നമുക്കറിയാം. ആ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ അവർ അവിശുദ്ധ വേഴ്ചയുടെ ഉൽപ്പന്നമാണ് നിയമത്തിൽ നിന്ന് കേരള നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന രാജഗോപാലൻ എന്ന് പറയുന്ന ആ വയോധികൻ എന്ന് പറയാം, പ്രായം ചെന്ന ആളാണ്. അദ്ദേഹം ഉമ്മൻചാണ്ടിയുടെ അടുത്ത് തന്നെ ഇരിക്കുക, ഇടയ്ക്കിടയ്ക്ക് നന്ദിപൂർവ്വം നോക്കും ഉമ്മൻചാണ്ടിനെ. കാരണം ഉമ്മൻചാണ്ടിയുടെ പാർട്ടി ശരിയാക്കി കൊടുത്തതാണല്ലോ വോട്ട്. പകരം ഉമ്മൻചാണ്ടിയുടെ ഒരു 16 ആളുകളെ രാജേട്ടൻ്റെ പാർട്ടി ജയിപ്പിക്കുകയും ചെയ്തു. ജയിച്ചു വന്നത് RSSകാർ BJPക്കാർ വോട്ട് മാറ്റി ചെയ്തതുകൊണ്ടാണെന്ന് കണക്കുകൾ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. പീപ്പിൾ ഇംപാക്ട്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ വെബ്സൈറ്റിൽ ശബരിമലയിലെ ദൃശ്യങ്ങളുടെ തത്സമയ സംപ്രേഷണം റദ്ദാക്കി. പീപ്പിൾ വാർത്തയെ തുടർന്നാണ് നടപടി. ശബരിമലയ്ക്ക് സുരക്ഷാ ഭീഷണി നിലനിൽക്കുന്ന ഘട്ടത്തിലാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പുതുതായി ആരംഭിച്ച വെബ്സൈറ്റ് വഴി തത്സമയ സംപ്രേഷണം ആരംഭിച്ചത്. 18-ാം പടി, നടപ്പന്തൽ, സോപാനം, മാളികപ്പുറം, അന്നദാന മണ്ഡപം എന്നീ സ്ഥലങ്ങളിലെ തത്സമയ ദൃശ്യങ്ങളാണ് വെബ്സൈറ്റ് വഴി നൽകുന്നതും. ഇത് ശബരിമലയുടെ സുരക്ഷയ്ക്ക് വലിയ ഭീഷണിയാണ് ഉണ്ടാക്കുന്നതെന്ന് ശബരിമലയുടെ സുരക്ഷാ ചുമതലയിലുള്ള കേന്ദ്ര സംസ്ഥാന സേനകളുടെ മുതിർന്ന ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. ശബരിമല പോലീസ് സ്പെഷ്യൽ ഓഫീസർ രമേഷ് കുമാർ ഇത് സംബന്ധിച്ച് ADGP നിതിൻ അഗർവാളിന് റിപ്പോർട്ടും സമർപ്പിച്ചു. ദേവസ്വം ബോർഡ് പുതിയൊരു വെബ്സൈറ്റ് രൂപവൽക്കരിച്ചു. അതിൽ ശബരിമല, സോപാനം, 18-ാം പടി മുതലായ ഭാഗങ്ങളിലെ ദൃശ്യങ്ങൾ ലൈവായി ഏവർക്കും കാണത്തക്ക രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതായി കാണപ്പെട്ടു. മേൽവിവരം എല്ലാ മേലുദ്യോഗസ്ഥരെ അറിയിച്ചിട്ടുള്ളതാണ്. ചീഫ് കോർഡിനേറ്റർ, അസിസ്റ്റന്റ് ചീഫ് കോർഡിനേറ്റർമാരെ അറിയിച്ചിട്ടുള്ളതാണ്. സുരക്ഷ ദോഷകരമായി ബാധിക്കാം എന്നുള്ള രീതിയിലാണ്. ശബരിമലയ്ക്ക് കനത്ത സുരക്ഷ നൽകണമെന്ന് സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ഒരുപോലെ നിർദ്ദേശിക്കുമ്പോഴാണ് ദേവസ്വം ബോർഡ് തത്സമയ സംപ്രേഷണവുമായി രംഗത്ത് വന്നത്. ലോകത്തിന്റെ ഏത് കോണിൽ നിന്നും ആർക്കും ശബരിമലയിലെ കാര്യങ്ങളെല്ലാം നോക്കി വിലയിരുത്താൻ സാധിക്കും. ഇത് ദുരുപയോഗം ചെയ്യാനുള്ള സാധ്യതയും കൂടുതലാണ്. അതേസമയം സുരക്ഷാ പരിശോധനയുടെ ഭാഗമായി പോലീസ് ആകാശ നിരീക്ഷണവും ആരംഭിച്ചു. ഇതിന്റെ ഭാഗമായി ഡ്രോൺ ക്യാമറ ഉപയോഗിച്ചുള്ള ദൃശ്യങ്ങളും ശേഖരിക്കുന്നുണ്ട്. ആദ്യം ശബരിമലയ്ക്ക് കാലാകാലങ്ങളായി ഉണ്ടായിരുന്ന പേര് മാറ്റി പുതിയ പേര് നൽകിയതിലൂടെ ദേവസ്വം ബോർഡ് വിവാദത്തിലായി. പുതിയ പേരുപയോഗിച്ച് വെബ്സൈറ്റ് ആരംഭിക്കുകയും ആ വെബ്സൈറ്റ് വഴി ശബരിമലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് തത്സമയ സംപ്രേഷണം നൽകുകയും ചെയ്തു. ഇത് കനത്ത സുരക്ഷാ ഭീഷണിയുണ്ടെന്നാണ് സംസ്ഥാന പോലീസും അതോടൊപ്പം കേന്ദ്രസേനയും പറയുന്നത്. സന്നിധാനത്ത് നിന്നും ക്യാമറമാൻ വിനേഷ് നേതാജിക്കൊപ്പം ബിജേഷ് നടുവിൽ.